നമ്മളിന്ന് ചെറുപയറും മത്തങ്ങയും വെച്ചൊരു കറിയായിട്ടാണ് വെക്കുന്നത്. സാധാരണ വൻപയറിട്ടാണ് മത്തങ്ങക്കറി ഉണ്ടാക്കുന്നത്. ഇന്ന് ചെറുപയറിട്ടാണ് ഞാൻ വെക്കുന്നത്. ആദ്യമേ നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കുക. അതിലേക്ക് മത്തങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചിറക്കണമേ. ഇത് വേവിക്കാൻ വെക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ തേങ്ങ തിരുമ്മി വെക്കണം കേട്ടോ. തേങ്ങ തിരുമ്മിയത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 3 അല്ലി കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ ആവശ്യത്തിന് കുരുമുളക്. ഞാൻ ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അങ്ങനെ അതും ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുക. ഇത് ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫൈനായിട്ട് അരയ്ക്കണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ മത്തങ്ങയും പയറും വേവിച്ചെടുത്തതിലോട്ട് നമ്മളിനി ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിറക്കണം. ഒരിച്ചിരി നേരം അടുപ്പിൽ വെച്ചാൽ കേട്ടോ, ഒരുപാട് തിളപ്പിക്കണ്ട. അതിനുശേഷം ഇതിലേക്ക് കടു താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് കടുക് താളിച്ചൊഴിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഇങ്ങോട്ട് ഉച്ചയൂണ് കഴിച്ചാലോ. ആവശ്യത്തിന് ചോറും കറികളും എടുത്ത് അലിക്കുട്ടനാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.